ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർ മെഡിക്കോസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കോറിമാക്സസോളിനെ കുറിച്ചാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗായ ട്രൈമിത്തോപ്രിമും ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗായ സൾഫാമെത്തോക്സസോളിൻ്റെയും ഒരു ഫിക്സഡ് ഡോസ് കോമ്പിനേഷനാണ് കോട്രിമാക്സസോൾ. ഈ കോട്രിമാക്സസോൾ മിക്ക മൈക്രോബ്സിനും ബാക്ടീരിയോസിഡലാണ്, അതായത് ഈ മൈക്രോബ്സിനെ അത് കില്ല് ചെയ്യും, ദാറ്റ് ഈസ് കൊല്ലും. ഈ ട്രൈമിത്തോപ്രിമും സൾഫാമെത്തോക്സസോളും കമ്പൈൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് സിമിലർ പ്ലാസ്മ ടി ഹാഫ് അബൌട്ട് 10 hours. മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റും, അതായത് ട്രൈമിത്തോപ്രിമും സൾഫാമെത്തോക്സസോളും ആൻറ്റി ഫോളേറ്റ് ഡ്രഗുകളാണ്. സൾഫാമെത്തോക്സസോൾ ഒരു സൾഫണമൈഡാണ്. അത് ഫോളേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക. പാപ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ആവുന്ന സ്റ്റെപ്പ് തടയുന്നു. ട്രൈമിത്തോപ്രിം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റീസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആവുന്ന സ്റ്റെപ്പാണ് ഇൻഹിബിറ്റ് ചെയ്യുക. ഈ ട്രൈമിത്തോപ്രിം എന്ന് പറയുന്ന ഡ്രഗ് മെമ്മേലിയൻ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റീസ് എന്ന് പറയുന്ന എൻസൈമിനേക്കാളും അബൌട്ട് 50,000 ടൈംസ് മോർ സെൻസിറ്റീവാണ് ആരോട്? ബാക്ടീരിയൽ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേഴ്സിനോട്. അതുകൊണ്ട് തന്നെ ആൻറ്റി ബാക്ടീരിയൽ കോൺസെൻട്രേഷനിൽ മെമ്മേലിയൻ ഫോളേറ്റ് സിന്തസിസിന് നമ്മുടെ ട്രൈമിത്തോപ്രിം ഇൻഹിബിറ്റ് ചെയ്യുന്നില്ല. ഇനി ചില ബാക്ടീരിയകൾ ട്രൈമിത്തോപ്രിമുമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. ചിലത് നമ്മുടെ സൾഫാമെത്തോക്സസോളിനോട് സെൻസിറ്റീവ് ആയിരിക്കും. ചിലർ ഇവർ രണ്ടു പേർക്കും സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെ രണ്ടു പേർക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനായിരിക്കും നമ്മുടെ കോട്രിമാക്സസോൾ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം സിനർജിസം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം ആക്ഷൻ കിട്ടുന്നത് രണ്ടുപേരോടും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനായിരിക്കും. ഇനി ഒപ്റ്റിമൽ സിനർജസി റേഷ്യോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആക്ഷൻ കിട്ടുന്ന റേഷ്യോ പ്ലാസ്മ കോൺസെൻട്രേഷൻ അത് 20:1 ആണ്. എന്ന് വെച്ചാൽ സൾഫാമെത്തോക്സസോൾ ഈസ് ടു ട്രൈമിത്തോപ്രിം 20:1 റേഷ്യോയിൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ വരുമ്പോഴത്തേക്കാണ് നമുക്ക് മാക്സിമം ആക്ഷൻ കിട്ടുക. അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഡോസ് റേഷ്യോ 5:1 ആണ്. സൾഫാമെത്തോക്സസോൾ 5 കൊടുക്കുമ്പോൾ ട്രൈമിത്തോപ്രിം 1 കൊടുക്കണം. അപ്പോൾ ഈ 5:1 റേഷ്യോയിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ 20:1 എങ്ങനെയാണ് പ്ലാസ്മ കോൺസെൻട്രേഷൻ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രൈമിത്തോപ്രിം മോർ ലിപ്പിഡ് സ്വലബിളാണ്. അതുപോലെ അതിന് ലാർജർ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്. അതുകൊണ്ട് ഇത് ടിഷ്യൂവിലേക്കൊക്കെ കയറിപ്പോകും. അങ്ങനെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറയുന്നു. അതാണ് അങ്ങനെ 20:1 റേഷ്യോയിൽ എത്താനുള്ള കാരണം. ഫാർമക്കോ കൈനറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രൈമിത്തോപ്രിം സൾഫാമെത്തോക്സസോളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റാപ്പിഡ്ലി അബ്സോർബ്ഡ്. പിന്നെ പറഞ്ഞു ലാർജർ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്, ലിപ്പിഡ് സൊലബിളാണ്, പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറവാണെന്നൊക്കെ. ഇനി പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ട്രൈമിത്തോപ്രിം ഈസ് 40% പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് വൈൽ നമ്മുടെ സൾഫാമെത്തോക്സസോൾ ഈസ് 65% പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. ഇനി നമ്മുടെ സൾഫാമെത്തോക്സസോളിനെ വെച്ച് നോക്കുമ്പോൾ ട്രൈമിത്തോപ്രിം ഈസിലി ക്രോസസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് പ്ലാസൻഡ. ഇനി ട്രൈമിത്തോപ്രിമിൻ്റെ മെറ്റബോളിസം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാർട്ട്ലി മെറ്റബിളൈസ്ഡ് ഇൻ ലിവർ ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. അടുത്തത് ആൻറ്റി ബാക്ടീരിയൽ സ്പെക്ട്രം. കോട്രിമാക്സസോളിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ സ്പെക്ട്രത്തിൽ വരുന്നത് സാൽമണല്ല ടൈഫി, സെറേഷ്യ, ക്ലബ്സിയല്ല, എൻറ്ററോബാക്ടർ, എർസീനിയ എൻറ്ററോക്ലൈറ്റിക്ക, നീമോസിസ്റ്റസ് ജിറോവേഷി, പിന്നെ സൾഫണമൈഡ് റെസിസ്റ്റൻ്റ് സ്ട്രെയിൻസ് ആയിട്ടുള്ള സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് പൈജീൻസ്, ദെൻ ഷിഗല്ല, എൻറ്ററോപാത്തജനിക് ഈക്കോളെ, എച്ച് ഇൻഫ്ലുവൻസ, ഗോണോകോക്കെ ആൻഡ് മെനിഞ്ചിയോകോക്കെ. ഇനി ഡ്രഗ് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൾഫണമൈഡ്സിൻ്റെ ഡ്രഗ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം. 3 മെക്കാനിസം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റ് പാത്വേ ഡെവലപ്പ് ചെയ്യാം ഫോളേറ്റ് മെറ്റബോളിസത്തിൽ. പിന്നെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള പാബയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് വഴി. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു പുതിയ ഫോളേറ്റ് സിന്തേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുക വിച്ച് ഹാസ് ലോവർ അഫിനിറ്റി ടുവേർഡ്സ് സൾഫണമൈഡ്. ഇനി ഇവിടെ ട്രൈമെത്തോപ്രിമിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാസ്മിഡ് മീഡിയേറ്റഡ് അക്വിസിഷൻ ഓഫ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേഴ്സ് എൻസൈം. ഈ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേഴ്സ് എൻസൈമിന്
ലോവർ അഫിനിറ്റി ടുവേർഡ്സ് ട്രൈമിത്തോപ്രം. ഓക്കെ, ഇനി ഇൻഡിവിജ്വലി ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന ഈ 2 ഡ്രഗുകളും കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഒരു സ്ലോ ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അഡ്വേഴ്സ് ഇഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നോസിയാണ്, വൊമിറ്റിംഗ്, പിന്നെ സ്റ്റൊമറ്റൈറ്റിസ്, ഹെഡേക്ക്, റാഷസ് ഉണ്ടാവും. പിന്നെ റീനൽ ഡിസീസുള്ള ആളുകളിൽ പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ന്യൂസിസ്റ്റസ് ജ്യൂറോവേഷി ന്യൂമോണിയ, അതിൽ നമ്മൾ ഹൈ ഡോസിൽ കോട്രിമെക്സസോൾ കൊടുത്തു കഴിഞ്ഞാൽ ബോൺ മാരോ ഹൈപ്പോപ്ലേസി ഉണ്ടാകുന്നുണ്ട്. പിന്നെ എൽഡർലി പീപ്പിളിൽ ബോൺ മാരോ ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്. പ്രഗ്നൻസിയിൽ കോട്രിമെക്സസോൾ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. കാരണം തിയററ്റിക്കലി ഇറ്റ് ഈസ് തെറട്ടോജനിക്. കാരണം ആൻറ്റിഫോളേറ്റ് ആണ്, 2 കമ്പോണൻറ്റും ആൻറ്റിഫോളേറ്റ് ആണ്, അതുകൊണ്ട് തിയററ്റിക്കലി തെറട്ടോജനിക് ആണ്. ഇനി നിയർ ടേം ആയിട്ടുള്ള പ്രഗ്നൻറ്റ് വുമണിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ there will be neonatal hemolysis as well as methemoglobinemia. പിന്നെ കോട്രിമെക്സസോളും ഡയൂററ്റിക്സും ഒത്തു കൊടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കോട്രിമെക്സസോൾ കഴിക്കുന്ന ഒരാൾക്ക് ഡയൂററ്റിക്സ് കഴിക്കുന്ന ഒരാൾക്ക് കോട്രിമെക്സസോളോ കൊടുത്തു കഴിഞ്ഞാൽ there is higher incidence of thrombocytopenia. ഇനി യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് അക്യൂട്ട് സിസ്റ്റൈറ്റിസിലാണ്. കൊടുക്കുന്നത് 4 ടാബ്ലറ്റാണ് സിംഗിൾ ഡോസ് തെറാപ്പി ആയിട്ട്. പിന്നെ ഉള്ള ഇൻഡിക്കേഷൻസ് ലോവർ ആൻഡ് അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ക്രോണിക് ആൻഡ് റിക്കറൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിലൊക്കെ 3 to 10 days ആണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോസ്റ്റൈറ്റിസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് റിലേറ്റീവ്ലി അസിഡിക് ആയതുകൊണ്ട് തന്നെ ട്രൈമിത്തോപ്രം പ്രോസ്റ്റേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്നത് അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്, ഇൻക്ലൂഡിങ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഫേഷ്യോമെക്സിലറി ഇൻഫെക്ഷൻസ് ആൻഡ് ഓട്ടൈറ്റിസ് മീഡിയ. ഇനി വരുന്നത് ബാക്ടീരിയൽ ഡയറിയ ആൻഡ് ഡിസെൻട്രി കോസ്ഡ് ബൈ ഈക്കോളൈ, ഷിഗെല്ല, നോൺ ടൈഫോയിഡ് സാൽമോണല്ല ആൻഡ് എർസീനിയ എൻറ്ററോകൊളൈറ്റിക്ക. ലാസ്റ്റ് യൂസ് ന്യൂമോസിസ്റ്റസ് ജ്യൂറോവേഷി ഇൻഫെക്ഷനിലാണ്. ഞാൻ പറഞ്ഞു എയ്ഡ്സ് പേഷ്യൻസിലാണ് ഇത് കൂടുതലും വരുന്നതെന്ന്. പ്രൊഫൈലൈറ്റിക് ആയിട്ടും തെറാപ്യൂട്ടിക് ആയിട്ടും കൊടുക്കുന്നുണ്ട്. തെറാപ്യൂട്ടിക് യൂസ് നോക്കിക്കഴിഞ്ഞാൽ 1 DS ടാബ്ലറ്റ് 4 to 6 times a day, 2 to 3 weeks ആണ് കോഴ്സ് ഡ്യൂറേഷൻ. ഇത് മിക്കവാറും ഒരു 20% കേസിൽ ഡിസ്കണ്ടിന്യൂവേഷൻ ചെയ്യേണ്ടി വരും, കാരണം അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ്. ഇനി പ്രൊഫൈലാക്റ്റിക് ആയിട്ടാണെങ്കിൽ 1 DS ടാബ്ലറ്റ് ഡെയിലി, ഒരു ദിവസം 1 ടാബ്ലറ്റ്, ഇതാണ് കൂടുതൽ ടോളറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോട്രിമെക്സസോൾ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു, ബാക്ടീരിയൽ സ്പെക്ട്രം പറഞ്ഞു, ഡ്രഗ് റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, യൂസസ് പറഞ്ഞു, അഡ്വേഴ്സ് ഇഫക്ട്സ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കോട്രിമെക്സസോൾ ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.